ഈ മുസ്ലിങ്ങൾക്ക് ഭയങ്കര വർഗീയതയാണ്, അവർ ഭയങ്കര വർഗീയമായിട്ടാണ് ചിന്തിക്കുന്നത്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പലരും ചാപ്പ കുത്താറുണ്ട്. സത്യത്തിൽ ഇത് എത്രത്തോളം അർത്ഥരഹിതവും അബദ്ധജടിലവും അസത്യവുമാണെന്ന് ഈ ഇലക്ഷൻ നോക്കിക്കാണുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിയോടൊപ്പം കമൻ്റ് ഇട്ടും തെറി വിളിച്ചും രംഗത്തിറങ്ങി നിന്ന് ആക്ഷേപിച്ചും ഒക്കെ പടവെട്ടുന്നവരിൽ മുസ്ലിം വിഭാഗം ജനസംഖ്യാനുപാതികമായി ടി.പി. സെൻകുമാർ സാറിൻ്റെ കണക്ക് പ്രകാരമാണെങ്കിൽ അത് മൊത്തത്തിലൊരു 25% ആകാവൂ. പിന്നെ ഒരു പൊളിറ്റിക്കൽ സംഗതിയുടെ കണക്ക് വെച്ചാണെങ്കിൽ ഒരു നല്ലൊരു ശതമാനം UDF പക്ഷത്തും വല്ല ചെറിയൊരു പോപ്പുലേഷനെ LDF പക്ഷത്തും ഉണ്ടാകാവൂ. BJP പക്ഷത്ത് ഉണ്ടാകാനേ പാടില്ല. കാരണം അവരുടെ ഒരു പ്രാതിനിധ്യം നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ. UDF പക്ഷത്താണ് മുസ്ലിം ആളുകൾ കൂടുതലായി കാണുന്നത്, മുസ്ലിം ലീഗിലായാലും കോൺഗ്രസ്സിലായാലും അങ്ങനെയൊക്കെ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഏത് പോസ്റ്റിൻ്റെ അടിയിലും തെറി വിളിക്കാനും ആക്ഷേപിക്കാനും പടവെട്ടാനും ഇനി വേണ്ട, നിങ്ങളൊരു വാഹനം എടുത്ത് നോക്കിക്കോളൂ. ഒരു റോഡ് ഷോ സ്ഥാനാർത്ഥിയുടെ പോകുമ്പോൾ ഒന്ന് കൈ കാണിച്ച് നിർത്തിയിട്ട് നിങ്ങളൊന്ന് എണ്ണിക്കോളൂ. 100 പേരുണ്ടെങ്കിൽ അതിലൊരു 70 പേരും മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ടവരായിരിക്കും. ഇത് ഒരു പാർട്ടിയുടെ അല്ല, ഏത് പാർട്ടിയുടെ. എൻ്റെ മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. UDFൻ്റെ CR മഹേഷ്, LDFൻ്റെ അഡ്വക്കേറ്റ് MS താര, BM ഷെരീഫ് എന്ന് പറയുന്ന ഒരു മുൻ MLAയുടെ മകൾ, പിന്നെ മൂന്നാമത്തെ ആൾ ജിതിൻ ദേവ് എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി. ഇവർ 3 പേരാണ് മത്സരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ജാതി തിരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നോക്കിക്കാണേണ്ടതെങ്കിൽ ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ കാണുന്ന ചിത്രമേ അല്ല യഥാർത്ഥത്തിൽ ഈ ജാതി മാത്രം നോക്കി ചിന്തിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഉണ്ടാവുന്നതെങ്കിൽ ഉണ്ടാകേണ്ടത്. സത്യം പറഞ്ഞാൽ ആവേശക്കാരും പോരാളികളും ആർക്ക് വേണ്ടിയും എന്തിനും പോരടിക്കാൻ നേർക്ക് നേരെ കിട്ടുന്നവരുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ PV അൻവറും നിലമ്പൂരിൽ എത്തിയപ്പോൾ അൻവർ എതിർത്തത് മുഴുവൻ ആരെയാ? നമ്മുടെ ആര്യാണ ഷൗക്കത്തിനെയായിരുന്നു. അതുപോലെ തന്നെ KT ജലീൽ കഴിഞ്ഞ തവണയെങ്ങാണ്ട് പുള്ളിക്കെതിരെ മത്സരിക്കാൻ വന്ന ആളിനെ ഇപ്പോഴും ചാരിറ്റി മാഫിയ കിങ് എന്ന് പറഞ്ഞാണ് പുള്ളി ആ വഴിക്കേ അങ്ങ് പോയി ഇലക്ഷൻ കഴിഞ്ഞ്. എന്നിട്ടും ജലീൽ വിട്ടിട്ടില്ല, തീർത്തടിക്കുകയാണ്. പിന്നെ ജലീലിൻ്റെ ശത്രുക്കളിൽ 90% ജലീൽ ആക്രമിക്കുന്നവരും തിരിച്ചാക്രമിക്കുന്നതും മുസ്ലിം ലീഗുകാരാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും. പക്ഷേ പറയുമ്പോൾ എല്ലാവരും പറയും മുസ്ലിങ്ങൾ ഭയങ്കര വർഗീയവാദികളാണ്, അവർ ജാതി നോക്കിയാണ് ചെയ്യുന്നതെന്ന്. വേണ്ടേ, ഫാത്തിമ തെഹലിയയുടെ വിഷയത്തിൽ അവർ ജാതി പറഞ്ഞ് വോട്ടുപിടിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് വേറെ ഏതെങ്കിലും സമുദായക്കാരെ കൊണ്ടായിരുന്നില്ല, മുസ്ലിം സമുദായത്തിലെ തന്നെ ഒരു ഇത്തയായിരുന്നു. ഇതാക്കേണ്ടുള്ളൂ. പരാതികൾ 3 പേർ നൽകിയിട്ടുണ്ട്. അതിൽ ഒരാളാണ് എനിക്കൊപ്പമുള്ളത്. എന്താണ് പേര്? സഫീറ. എന്താണ് ഇത്തരത്തിലുള്ള പരാതിക്ക് അടിസ്ഥാനമായ കാര്യം? വീട്ടിൽ വന്നേ സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു. സ്ഥാനാർത്ഥിയും കൂടെ 2-3 പേരുണ്ടായിരുന്നു. പിന്നെ കുറെ പേര് റോഡിലുണ്ടായിരുന്നു. അപ്പോൾ പരാതി കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്ക് വോട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. നമ്മുടെ കുട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ, മതം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വന്നത്. മുസ്ലിം കുട്ടിക്ക് വോട്ട് കൊടുക്കാന്നുള്ളത്, മുസ്ലിം വനിത നിയമസഭയിലേക്ക് വന്നാൽ നന്നായിരിക്കും എന്നുള്ള ആ ഒരു രീതിയാണ് അവർ ഉപയോഗിച്ചത്. വർഗീയത എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് അവർ. ഇവർ ഈ ഇൻ്റർവ്യൂവിൽ നമ്മുടെ രാമകൃഷ്ണൻ സാറിനെ അറിഞ്ഞേ കൂടാന്ന് പറയുന്നത്. ഇവരുടെ പേരാണ് നമ്മുടെ ആബിദ് അടിവാരം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, സഫീറ എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ എന്താ സ്ഥിതി? ഒരു മൈക്ക് അനൗൺസ്മെൻറ്റ് നടന്ന് നമ്മുടെ കൗമിലെ കുട്ടി എന്ന് പറയുന്നു എന്നും പറഞ്ഞ് അനൗൺസ്മെൻറ്റ് നടന്ന് അത് നോട്ടീസ് അയച്ചൊരു സംഗതിയായപ്പോൾ അതിന് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തതാണ്. കണ്ടില്ലേ? അതുപോലെ തന്നെ ഒരാളിനെ കൃത്യമായി കിട്ടിയില്ലേ? അതാണ് ഇതിൻ്റെ ഈ ഉമ്മത്തിൻ്റെ അഥവാ ഈ സമൂഹത്തിൻ്റെ ഒരു വലിയ സംഗതി എന്ന് പറയുന്നത്. എപ്പോഴും ഇപ്പോൾ ഈ സ്ത്രീയോട് അമിത്ഷയ്ക്കെതിരെയോ അല്ലെങ്കിൽ വേറൊരാളിനെതിരെയോ ഗോപാലകൃഷ്ണനെതിരെയോ ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞാൽ അവർ തയ്യാറാവില്ല. PC ജോർജിനെതിരെ കൊടുക്കാൻ പറഞ്ഞാലും തയ്യാറാവില്ല. പക്ഷേ ഇത് അവർക്കിഷ്ടമുള്ള കാര്യമാണ്. അത്ര രാഷ്ട്രീയമാണെന്ന് മാത്രമല്ല, വേറെ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ വിശേഷിപ്പിച്ചോളൂ. അത്രമേൽ മൂർച്ചയാണ് ഈ സമുദായത്തിൻ്റെ നിലപാടുകൾക്ക്. എന്നിട്ടാണ് പറയുന്നത് വർഗീയവാദികളാണെന്ന്.